ഒരു പ്ലാൻ ബി പോലും ഇല്ലാതെ ഇറാൻ എന്ന പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ഡൊണാൾഡ് ട്രംപ് പെട്ടുപോയി എന്നുള്ളൊരവസ്ഥ. ആഗോള സമ്പദ് വ്യവസ്ഥയെ ശ്വാസം മുട്ടിക്കാൻ ചെങ്കടൽ പൂട്ടുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത. എണ്ണവില കുതിച്ചുയരുന്നു. ലോകം മുഴുവൻ പട്ടിണിയിലേക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഭീതിയിലേക്കും തള്ളപ്പെടുകയാണോ എന്ന ഒരു ആശങ്ക. വൻ ശക്തികളെ പോലും വിറപ്പിക്കുന്ന ആ നടുക്കുന്ന സത്യങ്ങൾ ഇനിയും നമ്മൾ സംസാരിക്കാതിരുന്നുകൂടാ. നമസ്കാരം. അമേരിക്ക വലിയൊരു പ്രതിസന്ധിയിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. വ്യക്തമായ ഒരു പ്ലാൻ ബി ഇല്ല. അതായത് 4 ദിവസം കൊണ്ട് ഇപ്പോൾ ഇറാനെ പൂട്ടി, ഇറാന്റെ യുറേനിയം അടിച്ചു മാറ്റി, അവരുടെ എണ്ണ സമ്പത്ത് കൈക്കലാക്കി, ഭരണത്തെ മാറ്റി സ്ഥാപിച്ച് തങ്ങളുടെ ഒരു അടിമ രാജ്യത്തെ സൃഷ്ടിച്ചു പോകാമെന്ന് കരുതി വന്നത്. അതുകൊണ്ട് ഒരു പ്ലാൻ ബി ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല, അതിന്റെ ആവശ്യമില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഇറാന്റെ പ്രതിരോധ കോട്ട, അതിന്റെ മുന്നിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ന് നോക്കുമ്പോൾ കുടുങ്ങി അകടം വിട്ട് അത്രസാക്കം വിട്ട് കിടക്കുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യപൂർവേഷ്യൻ മണ്ണിൽ ഇപ്പോൾ ആളിക്കത്തുന്ന ഈ യുദ്ധജ്വാല ലോകത്തെമ്പാടും ഭീതിയുടെ നിഴൽ വീഴ്ത്തുന്നു എന്നുള്ള ഒരു ആശങ്ക കൂടി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ട്. ചെങ്കടലിലുള്ള പാതകൾ അത് വീണ്ടും അടയ്ക്കുന്നു. ലോകം കടുത്ത പട്ടിണിയിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കുമൊക്കെ നീങ്ങുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയുടെ വില റോക്കറ്റ് പോലെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ തുടർച്ചയായിട്ടുള്ള ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ നടത്തുന്ന അതിശക്തമായ തിരിച്ചടികൾ കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പോരാട്ടമല്ല എന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞു. മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ ശ്വാസം മുട്ടിക്കുന്ന അതിശക്തമായ ഒരു ഭൂരാഷ്ട്രീയ യുദ്ധമായിട്ട് ഇതിനോടകം മാറി. അതായത് ഒരു പ്രതിരോധമോ ഒരു അടിയോ അല്ല, ഇതൊരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ആരംഭിച്ചിട്ടുള്ള ഈ ഇറാൻ യുദ്ധം മാസങ്ങളായി സത്യത്തിൽ ഒരു ശമനവുമില്ലാതെ തുടരുകയാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ശമനം ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും ഒരു ശമനവുമില്ല. അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളുമൊക്കെ യുദ്ധം അതിവേഗത്തിൽ അവസാനിപ്പിച്ച് ജയം നേടുന്നതിന് പകരം ഇപ്പോഴത്തെ അവസ്ഥയിൽ യുദ്ധം ദീർഘകാലത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു ക്രൂരമായ ഒരു രാഷ്ട്രീയ തന്ത്രം ഇവിടെ വായിച്ചെടുക്കേണ്ടി വരികയാണ്. കാരണം പശ്ചിമേഷ്യ തകരണം എന്നുണ്ടെങ്കിൽ അവിടെ ദീർഘകാലമായി യുദ്ധം നിലനിൽക്കണം. ഇറാൻ മറ്റ് രാജ്യങ്ങളെ, പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മുഴുവൻ അടിച്ച് ഇല്ലാതാക്കിക്കൊള്ളും. കാരണം ആ രാജ്യങ്ങളിലൊക്കെ അമേരിക്കയുടെ താവളങ്ങളുണ്ട്. ഇറാൻ അമേരിക്കയെ നേരിട്ട് യുദ്ധം ചെയ്യുന്നില്ല, പകരം അമേരിക്കൻ താവളങ്ങളെ, അതായത് അത് സ്ഥിതി ചെയ്യുന്ന താവളങ്ങളെയും ആ രാജ്യങ്ങളെയാണ് ആക്രമിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഒരു ചുക്കും സംഭവിക്കുന്നില്ല. അവരുടെ കുറച്ച് ആയുധങ്ങൾ നഷ്ടപ്പെടുന്നു, അത് ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അവരുടെ രാജ്യത്തിന് യാതൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് പശ്ചിമേഷ്യയെ തകർക്കുക എന്നുള്ളത് ഒരു അജണ്ടയായി അമേരിക്ക കരുതുന്നതായി നമ്മൾ കണ്ടേ പറ്റൂ. കാര്യം ഇസ്രായേലിന് ഒരു വിശാല രാജ്യം എന്നാലേ അവിടെ സാധ്യമാകുള്ളൂ. ഇവിടെ മിസൈലുകൾ നമുക്കറിയാലോ തുടർച്ചയായിട്ട് വർഷിക്കപ്പെടുന്നുണ്ട് പശ്ചിമേഷ്യയിൽ. നയതന്ത്ര തലങ്ങളിൽ ഇത് സമാധാന ചർച്ച നടക്കുന്നു, ഇത് വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ ലോക ജനതയെ തെറ്റിദ്ധരിപ്പിച്ച് ട്രംപ് ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തും. അതിനുശേഷം അത് നിലനിൽക്കവേ തന്നെ വീണ്ടും പെട്ടെന്നുള്ള വ്യോമാക്രമണങ്ങൾ നടത്തും. അങ്ങനെ അമേരിക്കൻ ഭരണകൂടത്തിന്റെ അഹങ്കാരവും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരവും ഒരു ആലോചനയുമില്ലാത്ത തീരുമാനങ്ങൾ ഈ വലിയ ദുരന്തത്തിന് പ്രധാന കാരണമായിട്ട്, അത് പശ്ചിമേഷ്യ തകരുന്നതിന് പ്രധാന കാരണമായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇറാൻ പൂർണ്ണമായും തോൽപ്പിക്കപ്പെട്ടു 100 കണക്കിന് തവണ ട്രംപ് പരസ്യമായിട്ട് പറഞ്ഞു ഇറാൻ തീർന്നു, ഇറാന്റെ ആയുധങ്ങൾ തീർന്നു. പക്ഷേ യുദ്ധകളത്തിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഉള്ളിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലെയുള്ള നേതാക്കൾ യുദ്ധം അവസാനിപ്പിച്ച് യഥാർത്ഥ സമാധാന ചർച്ചകളിലേക്ക് കടക്കണം എന്ന് ആവശ്യപ്പെടുമ്പോൾ പ്രതിരോധ സെക്രട്ടറിയും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഒക്കെ ഇറാനെതിരെ കൂടുതൽ കടുപ്പിച്ച ആക്രമണങ്ങൾ നടത്തണമെന്നും അങ്ങനെ അഴിച്ചുവിട്ട് ഇറാനെ മുച്ചൂട് നശിപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ട്രംപിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഒരു താല്പര്യമുണ്ട്, ഇസ്രായേലിന്റെ വിശാല രാഷ്ട്ര താല്പര്യം. ആ താല്പര്യം മാത്രമാണ് അമേരിക്കയുടെ ഈ വിദേശ നയത്തെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത് എന്ന ആരോപണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ന് അത് ശക്തമായി ഉയരുന്നുണ്ട്. പല രാജ്യങ്ങളും അത് വിളിച്ചു പറയുന്നുമുണ്ട്. ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരൊറ്റ ആഴ്ച കൊണ്ട് യുദ്ധമെല്ലാം അവസാനിപ്പിക്കാമെന്ന അമേരിക്കയുടെ വ്യാമോഹം തകർന്നത് നമ്മൾ തുടക്കത്തിൽ തന്നെ കണ്ടതാണ്. ഇസ്രായേൽ ആകട്ടെ യുദ്ധത്തിൽ കുടുങ്ങിയിട്ട് തിരിച്ചു വരാൻ കഴിയാത്ത ഒരവസ്ഥയിലുമാണ്. ഇറാനുമായിട്ട് നേരിട്ട് മുട്ടാൻ പറ്റാത്ത ഒരവസ്ഥ, മുട്ടാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ് അവരെ സംബന്ധിച്ച്. തുടങ്ങി വെച്ചുപോയി. കരയിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു പോരാട്ടം ഇപ്പോൾ കടലിലേക്കാണ് സത്യത്തിൽ വ്യാപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കടലിലാണ് ഇപ്പോൾ കൂടുതൽ നടക്കുന്നത് എന്ന് തോന്നുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന സമുദ്രപാതകൾ ഓരോന്നായി അടഞ്ഞു പോകുന്ന ഭയാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പശ്ചിമേഷ്യയിൽ നിന്ന് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു വല്ലാത്തൊരു അപകടമാണത്.
ഹോർമുസിലൂടെയുള്ള ഗതാഗതം അപകടകരമാണ്. ഇപ്പോൾ അവിടെ കപ്പൽ ഗതാഗതം അപകടകരമാണ്. ഇറാൻ എപ്പോഴാണ് അടിക്കുന്നത് അറിയാൻ പറ്റില്ല. അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. യമനിലെ ഹൂത്തി പോരാളികളാട്ടെ ബാബൽ മന്ദം പൂർണ്ണമായിട്ട് ഉപരോധിച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയൊക്കെ വലിയ കാർഗോ കപ്പലുകൾക്ക് ഈ സമുദ്രപാതയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുണ്ട്, വലിയൊരു പ്രതിസന്ധിയുണ്ട്. ലോകത്തിന്റെ എണ്ണ വ്യാപാരത്തിന്റെ ബഹുഭൂരിപക്ഷവും സിംഹഭാവവും കടന്നു പോകുന്ന ഈ സുപ്രധാന പാതകൾ അടച്ചതോടെ സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതി അതിൽ വലിയ ഒരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാലോ, ലോക എണ്ണ വ്യാപാരത്തിന്റെ ബഹുഭൂരിപക്ഷം ഭാഗം കടന്നു പോകുന്നത് ഈ രണ്ട് പാതകളിലൂടെയാണ്, ബാബൽ മന്ദബിലൂടെയും അതുപോലെ ഹോർമുസിലൂടെയാണ്. ഈ വഴികൾ രണ്ടും അടച്ചതോടെ സൗദി അറേബ്യയുടെ എണ്ണ കയറ്റുമതി പ്രതിസന്ധിയിലായി, അതായത് നടക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം ഇസ്രായേലിന്റെ സ്വന്തം താല്പര്യം, ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള മറ്റ് രാജ്യങ്ങളുടെ മുഴുവൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടി അമേരിക്ക മനഃപൂർവ്വം ശ്രമിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരാവശ്യമില്ലല്ലോ. അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് ബാബൽ മന്ദബിലൂടെയും അതുപോലെ ഹോർമുസിലൂടെയൊക്കെ കടന്നു പോകുന്ന ഷിപ്പ് എണ്ണ ടാങ്കറുകളെ ഇറാന്റെ അത്യന്താധുനിക ഡ്രോണുകൾ കടലിൽ വെച്ചിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോക വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പോലുള്ള വികസിത രാജ്യങ്ങളിൽ നമുക്കറിയില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്ര ഉണ്ടെന്നുള്ളത്. യുദ്ധത്തിന്റെ 12ാമത്തെ ദിനം മുതൽ നമ്മളത് അറിയുന്നതാണ്. വളരെ വലിയ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ ഏകപക്ഷീയമായിട്ട് കീഴടക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാത്തതിന്റെ പ്രധാന കാരണം ഇറാന്റെ കരുത്തുറ്റ ഒരു പ്രതിരോധ ശൃംഖല തന്നെയാണ്. യമനിലെ ഹൂത്തികൾ, അതുപോലെ ലെബനനിലെ ഹിസ്ബുല്ല, ഇറാഖിലെ പോപ്പുലർ റെസിസ്റ്റൻസ് കമ്മിറ്റികൾ, ഇവരൊക്കെ അടങ്ങുന്ന ഒരു പ്രതിരോധ ഒരു കൂട്ടായ്മയുണ്ട്. അതല്ലെങ്കിൽ ഒരു ആക്സിസ് ഓഫ് സെൽഫ് ഡിഫൻസ് സിസ്റ്റം. ഇതൊക്കെ ഇറാനിപ്പം ഉറച്ചു നിൽക്കുന്നുണ്ട്. അമേരിക്കൻ യുദ്ധ വിമാനങ്ങൾ ഇറാന്റെ മണ്ണിൽ ബോംബുകൾ വർഷിക്കുമ്പോൾ ഈ പ്രതിരോധ സംഘങ്ങളാണ് ബാബൽ മന്ദപ്പിലും അതുപോലെ ഇറാഖ്, സൗദി അറേബ്യയിലുള്ള അമേരിക്കൻ ഇസ്രായേലി കേന്ദ്രങ്ങളിലുമൊക്കെ അതിശക്തമായ തിരിച്ചടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വർദ്ധിച്ചു വരുന്ന ഈ ഒരു വലിയ ഭീഷണിയെ നേരിടാൻ സൗദി അറേബ്യയും അമേരിക്കയൊക്കെ ചേർന്നിട്ട് ഏകദേശം 10ഓളം രാജ്യങ്ങൾക്ക് കത്തുകൾ അയച്ചിട്ട് ഒരു വലിയ ഒരു അന്താരാഷ്ട്ര സഖ്യം രൂപീകരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അവസാനം പുറത്തു വരുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ സ്ഥിതിഗതികൾ അത്ര ഒരു സുഖകരമായിരിക്കില്ല. അത് കൂടുതൽ വഷളാക്കുകയും ഈ ഒരു പോരാട്ടം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിമാറാനുള്ള ഒരു സാധ്യത വർദ്ധിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ആക്രമിക്കുന്നതൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം, അതായത് ജനങ്ങളെ മുഴുവൻ കൊന്നെടുക്കാനുള്ള അജണ്ട നടപ്പിലാക്കി തുടങ്ങി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ കശദ്വീപിൽ നടന്നിട്ടുള്ള ഒരു വ്യോമാക്രമണത്തിൽ ദമ്പതികൾ കൊല്ലപ്പെട്ടു, അവരുടെ ഒരു കുഞ്ഞു കൊല്ലപ്പെട്ടു. ഇതെല്ലാം ഇറാനെ വളരെ പ്രകോപിച്ചിട്ടുണ്ട്. അതിശക്തമായി തന്നെ പ്രതികാരം തിരിച്ചടി കിട്ടുമെന്നും അമേരിക്ക വലിയ വില ഇതിന് നൽകേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ ഖലീഫാഫ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി അത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കർശനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് അവരുടെ മറ്റ് രാജ്യങ്ങളുടെ സൈനിക താവളങ്ങളോ വ്യോമ അതിർത്തിയോ ഒക്കെ തുറന്നു കൊടുക്കുന്ന ഏത് രാജ്യമായാലും ആ രാജ്യങ്ങൾ അതിന്റെ കടുത്ത അനന്തരഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. അതായത് ഇറാനെ തല്ലാൻ വേണ്ടി അമേരിക്കയെ ആര് സഹായിച്ചു കഴിഞ്ഞാലും അവർക്ക് ഇറാന്റെ ഒരു ഭീഷണി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇറാൻ വ്യക്തമായിട്ടും പറഞ്ഞിട്ടുള്ളത്. ഒരു വശത്ത് ഗാസയിൽ ഹമാസുമായിട്ട് സമാധാന കരാറ്, നിരായുധീകരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. അത് സാധിച്ചു എന്നുള്ള വാർത്തകളും വരുന്നു എന്നൊക്കെ ട്രംപ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മറുവശത്ത് ആയിരക്കണക്കിന് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൊല്ലപ്പെടുന്ന അതിക്രൂരമായ കാഴ്ചയും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യയിലെ ഈ പ്രശ്നം ഇതെല്ലാം ഇറാൻ യുദ്ധമടക്കമുള്ള മുഴുവൻ കാര്യങ്ങളുടെയും അടിസ്ഥാന തന്തു എന്ന് പറയുന്നത് ഗസയിലെ പാലസ്തീൻ പ്രശ്നം തന്നെയാണ്. മൂലകാരണം അത് തന്നെയാണ്. ഇസ്രായേൽ തുടരുന്ന പലസ്തീൻ അധിനിവേശവും അതിനു നേരെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കുറ്റകരമായിട്ടുള്ള മൗനവും, ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ കൊന്നൊടുക്കിയിട്ട് ആ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം മിണ്ടാതിരിക്കണം, വായപൊത്തി മിണ്ടാതിരിക്കണം. അപ്പൊ ആ മൗനവുമൊക്കെ ഈ യുദ്ധങ്ങളുടെ അടിത്തറയായിട്ടുണ്ട്, ഈ ഇറാൻ യുദ്ധത്തിന്റെ അടിത്തറയായിട്ടുണ്ട്. പലസ്തീൻ ജനതയുടെ ന്യായമായ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുക്കാത്തടത്തോളം കാലം ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ആ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുക എന്നത് സാധ്യമാണെന്ന് ചിന്തിക്കേ വേണ്ട. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ലോകത്തിന്റെ ഭാവി ഭൂപടത്തെ തന്നെ മാറ്റിമറിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എണ്ണവില, ആഗോള സാമ്പത്തിക അവസ്ഥ, ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഇതെല്ലാം ഒരുപോലെ അപകട സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് എന്നതിന് പരിഹാരം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റൂല. ആത്യന്തികമായി ഇപ്പോൾ ഈ വലിയ പ്രതിസന്ധി തുടങ്ങി വെച്ചിട്ടുള്ള അമേരിക്ക
ആ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ അവർക്കൊരു പ്ലാൻ ബിയും ഇല്ല. അങ്ങനെ ഒരു പ്ലാൻ ബിയും ഇല്ലാതെ ട്രംപ് ഇറാന്റെ മണ്ണിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഭൂരാഷ്ട്രീയ യുദ്ധം ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇനി വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ലോകം നേരിടാൻ പോകുന്നത് എന്ന് ലോകം ആശങ്കയോടെ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. Different angles. Don't forget to subscribe and support this channel.